ഹായ് ഓൾ, നമസ്കാരം. എൻ്റെ പേര് അമൃത. ഞാനും ഫാമിലിയും അബുദാബിയിലാണ് സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാനിടയായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ കാണുന്നില്ല, അതൊരു ഡോമാണ്, വിസിറ്റേഴ്സ് ഏരിയ ഡോമാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫ്രീ എൻട്രിയും അതുപോലെ തന്നെ ഫ്രീ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബഗ്ഗീസും അവൈലബിൾ ആണ്. ഈ ഒരു നമ്മളുടെ പാർക്കിങ്ങിന് ശേഷം ബഗ്ഗി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഏരിയയിലേക്ക് വരാം. ഉള്ളിൽ ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്. സോവിനിയേഴ്സ് ഷോപ്പ്, അതുപോലെ തന്നെ ഫുഡ് കോർട്ട്, കഫേ ഷോപ്സ് അവൈലബിൾ ആണ്. പിന്നെ അബായാസ് കിട്ടുന്നത്. കാരണം ഇവിടെ ഒരു ഡ്രസ് കോഡ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഹെയർ കവർ ചെയ്യുക, അതുപോലെ തന്നെ ഫുൾ ഡ്രസ്സ്. ഇത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ആൾ പ്രോപ്പറായിട്ട് ഡ്രസ് കോഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു അബായ ഷോപ്പിൽ പോയി നമ്മൾ അബായ വാങ്ങി 45 to 50 ദിർഹത്തിൻ്റെ ഉള്ളിൽ അബായാസ് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഒരു എയർപോർട്ട് മോഡലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് എസ്കലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബഗ്ഗീസും അവൈലബിൾ ആണ്. ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ ബഗ്ഗി എടുത്തു. പിന്നെ നല്ല ഒരു വൈബാണ് കേട്ടോ. ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല വ്യൂ ആണ് കാണാനായിട്ട്. അപ്പോൾ ബഗ്ഗി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. ബഗ്ഗി ഇപ്പം അത്യാവശ്യം നല്ല ദൂരം പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുത്തനായിട്ടൊരു എസ്കലേറ്ററും കൂടിയുണ്ട്. ഈ ഒരു എസ്കലേറ്റർ കവർ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു മോസ്കിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. ഇതാണ് ഫ്രണ്ട് വ്യൂ. രാത്രിയാകുമ്പം കുറച്ചുകൂടി നല്ല ഭംഗി. നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 7:30 8:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. പക്ഷേ നല്ലൊരു ടൈം എന്ന് പറയുന്നത് 5:30 6:30 ഉള്ളിൽ എത്തുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സാറ്റർഡേ സൺഡേസ് ഒക്കെയാണ് തിരക്കുണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളൊക്കെ തിരക്കുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതാണ് അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണാനാണ് അവിടെ ഒരുപാട് ആൾക്കാർ കയറുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഉള്ളിലും നല്ല അടിപൊളി വിശാലമായിട്ടുള്ളൊരു വലിയ മോസ്കാണ്. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. ഇതാണ് ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം കാണിക്കുന്നതാണ് ഇൻസൈഡ് വ്യൂ. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് കൊത്തുപണികൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഉള്ളിലൊരു കാർപ്പറ്റ് ഏരിയ ഉണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങോട്ട് ഒരു 8:30 ശേഷം എൻട്രി ഇല്ല. പിന്നെ ഇവിടെ ഓരോ ഫോട്ടോ സ്റ്റോപ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. ചില ഏരിയാസിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലാത്തതും ഉണ്ട്. അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ അത് പ്രോപ്പറായിട്ട് അത് ശ്രദ്ധിക്കും, അത് പറഞ്ഞു തരും. പിന്നെ അവിടെ നിന്നൊന്നും നമ്മൾ തലേന്ന് തട്ടം ഒന്നും താഴത്തേക്ക് വീണാലും അവരത് പറയും, തട്ടം ഇടണം അവിടെ. അങ്ങനെയാണ്. നമ്മുടെ തലേന്ന് ആ തുണി താഴത്തോട്ട് പോവുകയാണെങ്കിൽ അത് മീൻസ് അവർ നമ്മളോട് പറയും അത് ഇടണം എന്നുള്ളത്. നിർബന്ധമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കവേർഡ് ആവണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൊത്തുപണി ഇത് കാണുന്നുണ്ടല്ലോ, ഒരുപാട് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹാൻഡ് മെയ്ഡാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല പണികളാണ്. ഇതാണ് ആ കാർപ്പറ്റ് ഏരിയ. ഇവിടെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാനും വരാറുണ്ട് കേട്ടോ. ഇതാണ് ആ പ്രാർത്ഥന ഏരിയ. ഇങ്ങോട്ട് 8:30 ശേഷം എൻട്രി ഇല്ല, അവർ കയറി കെട്ടും. കാരണം അവിടെ റൂൾ പ്രകാരം അങ്ങനെയാണുള്ളത്. ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു മോസ്കാണ്. പറ്റുമെങ്കിൽ അബുദാബിയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യുക. ഇനി അതല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ദുബായ് വരുവാണെങ്കിലും അബുദാബിയിൽ ഇത് വരുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എല്ലാം ഫ്രീ ആണ്. മീൻസ് ഉള്ളിലെ ഫുഡും കഫേ ഏരിയയിലൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. പക്ഷെ അല്ലാണ്ട് ഇവിടെ ഒരുവിധ എല്ലാ സ്ഥലത്തും എന്താ പറയുന്നത്, കാർ പാർക്കിംഗ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ പാർക്കിങ്ങും ഫ്രീ ആണ്. അതുപോലെ തന്നെ എൻട്രി ഫ്രീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇത് നമ്മൾ തിരിച്ച് പോകുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന എൻ്റെ വീഡിയോ. താങ്ക് യു.